അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഏത് ഫംഗ്ഷനാണ്, സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിന് നമ്മൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പഠിച്ചു. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ്, അത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് അറിയോ? സൈനിൻ്റെ വാല്യൂസ് അറിയോ? സൈൻ 0 എന്താണ്? സൈൻ 0 0. സൈൻ π/2 എന്താ? സൈൻ π/2 1. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ നമുക്ക് അറിയണം, എന്നാലേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ സൈനിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? ഡൊമെയിൻ 6ഉം റേഞ്ച് -1 1 അല്ലേ. അതായത് നമ്മൾ സൈൻ π/2 ആണ് 1. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ് ഡൊമെയിനിലെ എലമെൻറ്റ്സ്. ഈ π/2 0 അതൊക്കെ ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഡൊമെയിനിലുള്ള എലമെൻറ്റ്സ്. ഇതൊക്കെ ഇവിടെ വരും, 6ത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സൈനിൻ്റെ ഡൊമെയിൻ 6ആണ്. അപ്പോൾ 6ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 0 π/2 2π/2 ആണ്. 2π/2 2π/2നെ എങ്ങനെ 2π/2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ പൈ കിട്ടും. അങ്ങനെയാണ് പൈ എഴുതിയത്. അത് കഴിഞ്ഞാൽ 3π/2 4π/2 എത്ര കിട്ടും? 2π. അത് കഴിഞ്ഞാൽ 5π/2. അതേപോലെ ഇങ്ങോട്ടും വേണ്ട അതിൻ്റെ നെഗറ്റീവ് -π/2 -π -3π/2 -2π -5π/2 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ഇനി സൈനിൻ്റെ സൈൻ എന്നുള്ള ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് 1 -1 ആണ് അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 -1 ആണ്. അപ്പോൾ 1 തൊട്ട് -1 വരെയുള്ള ഇതാണ് റേഞ്ചിൽ വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി വാല്യൂസ്, ഇത് ഏതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോണത്? y = സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ സൈൻ 0 എന്താണ്? 0 ആണ്. സൈൻ π/2 എന്താ? സൈൻ π/2 പറഞ്ഞാൽ എത്ര? 90. സൈൻ 90 എത്രയാ? 1. സൈൻ π എത്രയാ? സൈൻ π 0 ആണ്. സൈൻ 3π/2 എത്ര? 3π/2 -1 ആണ്. സൈൻ 2π 0 ആണ്. സൈൻ 5π/2 എത്രയാണ്? അത് 1 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് അറിഞ്ഞാലാണ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. -π/2ൻ്റെ വാല്യൂ എത്രയാണ്? -π/2ൻ്റെ വാല്യൂ -1. -πൻ്റെ വാല്യൂ എത്രയാ? 0. -3π/2ൻ്റെ വാല്യൂ എത്രയാ? 1. 2π 0 -5π/2ൻ്റെ -1. അപ്പോൾ ഇത് നമുക്ക് പോയിന്റ്സ് കിട്ടി. ഇനി ഗ്രാഫ് വരച്ചൂടെ? ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഗ്രാഫ് ഇങ്ങനെ കർവായിട്ടാണ് വരയ്ക്കേണ്ടത്. കർവ് ഇതിങ്ങനെ പോവില്ലേ. ഇതിങ്ങനെ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് വരെ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പം നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും പോലെ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, വേവ്സ്, ക്രസ്റ്റ്, ട്രഫ്. അതുപോലെയാണ് നമുക്ക് എന്ത് കിട്ടുക? സൈനിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഇനി y = സൈൻ ഇൻവേഴ്സ് എക്സ്. y = സൈൻ ഇൻവേഴ്സ് എക്സ്. അത് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കാണുക? അതായത് സൈനിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണല്ലോ സൈൻ ഇൻവേഴ്സ്. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ കാണുക? ഇപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാ? വൈയിൽ നിന്ന് എക്സിലോട്ടാണ് അല്ലേ. അപ്പോൾ എ ബി എന്നുള്ള പോയിന്റ് എഫ് എന്നുള്ള ഫംഗ്ഷനിലുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സിൽ ഏത് പോയിന്റ് ഉണ്ടാവും? എ ബി ഉണ്ടാവും ഇല്ല, ബി എ ആണ് ഉണ്ടാവുക അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ f(x) ആണ് y, പക്ഷെ എഫ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ് എക്സ് അല്ലേ. വൈയിൽ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സ് കിട്ടുന്നത്. അപ്പോൾ എ ബി ഇവിടെ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ എങ്ങനെ പറയണം? സൈൻ എക്സിൽ ഇപ്പോൾ 0, സൈൻ 0 എടുക്കുമ്പോൾ 0 തന്നെയാണ് ആംഗിളും അല്ലേ. സൈൻ 0 ആണ്. അപ്പോൾ 0 എവിടെ വന്നു? 0 സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ വന്നു. അപ്പോൾ 0 തിരിച്ചിട്ടാലും എന്താ വരിക? 0. അത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിൽ വരും. അപ്പോൾ 0 എന്നുള്ള പോയിന്റ് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൽ ഉണ്ടാവും. ഇനി π/2 1 അല്ലേ. π/2
1 എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ട്? സൈൻ എക്സിലുണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൽ ഏത് പോയിന്റാണ് ഉണ്ടാവുക? 1, π/2 ഈ പോയിന്റാണ് നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് വരയ്ക്കാമല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സൈന് ആറിൽ നിന്ന് -1 1 അപ്പോൾ സൈൻ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാ? -1 1 നിന്ന് 6 അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ -1 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ -1 1 നമ്മൾ എവിടെ? എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ റേഞ്ചാണ് ഇവിടെ 6. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തത് സൈൻ ഇൻവേഴ്സിൽ y ആക്സിസിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 0 മുകളിലോട്ടാണ് അല്ലേ? പോസിറ്റീവ് π/2 π 3π/2 2π 5π/2 എക്സെട്ര. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. ഇനി താഴോട്ട് -π/2 -π -3π/2 -2π ഇങ്ങനെ. ഇനി ഇവിടെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ 0 0 വരുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ 1π/2 പറഞ്ഞ ഗ്രാഫ് വരും. 1π/2 പിന്നെ ഏത് പോയിന്റ് വരും? ഇവിടെ ഏതാ? π0 പറയുന്ന പോയിന്റ്. അപ്പോൾ 0π വരും. 0π എവിടെയാണ്? 0π ഇവിടെ. പിന്നെന്താ? ഇവിടെ ഇത് പോയിന്റ് വരുന്നുണ്ട് 3π/2 -1. അപ്പോൾ 3π/2 -1 ആണ്. ഇവിടെ ഏത് വരും? -1 3π/2 എന്നുള്ള പോയിന്റ് വരും. അത് തിരിച്ചിട്ടുള്ള പോയിന്റ്. സൈൻ എക്സിൽ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പോയിന്റാണ് ഇവിടെ വരിക. ഇവിടെ 2π0 അല്ലേ? 2πയിൽ 0 ആണ്. അപ്പോൾ 2π, 0 ആണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 2π എന്നുള്ള പോയിന്റ്. 0 2π എന്നുള്ള പോയിന്റ് ഏതാ? ഇത്. പിന്നെ ഇവിടെ എന്താ? 5π/2 1 ആണ്. അപ്പോൾ തിരിച്ചിട്ടുള്ള പോയിന്റ് ഏതാ? 1 5π/2 1, 5π/2 ഏതാ പോയിന്റ്? ഇതാണ് പോയിന്റ്. ഇനി നെഗറ്റീവ് -π/2 എടുത്തപ്പോൾ പോയിന്റ് ഏതാ? -1. അപ്പോൾ -π/2 എടുത്തപ്പോൾ -1. അതിന് തിരിച്ചിട്ട് ഏത് പോയിന്റ് കിട്ടും? -1, -π/2. അപ്പോൾ -1 എക്സ് ആക്സിസിലും -π/2 y ആക്സിസിലും. അപ്പോൾ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഇനി π0 -π0 ആണ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 0 -π അല്ലേ? ഇതല്ല, സോറി, 0 -π. അപ്പോൾ ഈ പോയിന്റ് ഇത് കിട്ടും. ഇനി അടുത്തത് ഇതിൽ ഏതാണ് പോയിന്റ്? ഇവിടെ ഏതാ പോയിന്റ്? -3π/2 1 ആണ് അല്ലേ? -3π/2 1. അപ്പോൾ 1 -3π/2 അതിന് തിരിച്ചിട്ട് അതല്ലേ കിട്ടുക? ഇനി അടുത്തത് -2π 0 ആണ്. അപ്പോൾ അതിന് തിരിച്ചിട്ട് അത് കിട്ടും 0 2π 0 -2π എന്ന് കിട്ടും. അപ്പോൾ ഏതേതാ പോയിന്റ്? ഇത്. ഇനി ഇതൊക്കെ നമ്മൾ വരച്ചാൽ എങ്ങനെ കിട്ടും? വരച്ചാൽ കണ്ടോ? ഇതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഗ്രാഫ് അല്ലേ? ഈ ഗ്രാഫിനെ നമ്മളൊന്ന് ശരിച്ചു വെച്ചപ്പോഴാണ് ഈ ഗ്രാഫ് കിട്ടിയത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. എങ്ങനെയാ അറിയോ ഈ ഗ്രാഫ് കിട്ടുന്നത്? സൈൻ എക്സ് എന്നുള്ള ഗ്രാഫ് എങ്ങനെയാണ്? സൈൻ എക്സ് എന്നുള്ള ഗ്രാഫ് ഞാനൊരു റഫായിട്ട് വരയ്ക്കുകയാണേ. ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സൈൻ എക്സ് എന്നുള്ള ഗ്രാഫിൽ നമ്മളൊരു മിറർ വെക്കുകയാണ്. എങ്ങനെ മിറർ വെക്കുന്നത്? ഇങ്ങനെ ചെരിച്ചിട്ട് മിറർ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ ചെരിച്ചിട്ട് മിറർ വയ്ക്കുക. ഈ ലൈൻ എന്താ? ഈ ലൈൻ ഇൻഡിക്കേഷൻ എന്താ? ഈ ലൈൻ ഇൻഡിക്കേഷൻ എന്താ? y = x എന്നുള്ള ലൈൻ അല്ലേ? അതെ, 1 1 2 x2 വരുമ്പോൾ y-ഉം 2, x3 വരുമ്പോൾ y-ഉം 3, x -1 വരുമ്പോൾ y -1. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാഫ് കിട്ടുക. അപ്പോൾ എക്സും വൈയും ഈക്വൽ ആണ്. അപ്പോൾ y = x എന്നാണ് ഈ ലൈനിൻ്റെ പേര് അല്ലേ? അപ്പോൾ ഈ ലൈന് y = x-ൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിഗർ നമുക്ക് എങ്ങനെ കിട്ടുക എന്നാണ് പറയണത്? ഇവിടെ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിഗർ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ. ഇപ്പം കണ്ടോ? ഇത് നോക്കൂ. ഇങ്ങനെ. ഇത് സൈൻ ഇൻവേഴ്സിൻ്റെ സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ y = x എന്നുള്ള ലൈനിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? y = sin ഇൻവേഴ്സ് x എന്നുള്ള ഗ്രാഫ് കിട്ടുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് മനസ്സിലായോ? ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏത് ഇൻ്റർവെല്ല് റേഞ്ച് ആയിട്ട് വരുമ്പോഴാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 റേഞ്ച് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ബ്രാഞ്ചിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിട്ടാണ് വരിക? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരിക? -π/2 തൊട്ട് +π/2 വരെയാണ്. അപ്പോൾ ഈ ഭാഗമാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലേ. -π/2 π/2 റേഞ്ച് ആയിട്ട് വരുന്ന ഭാഗത്തുള്ള സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫിൽ ഇവിടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെയാണ് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈൻ എക്സിൻ്റെയും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ഗ്രാഫ് മനസ്സിലായോ? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോസ് എക്സിൻ്റെ ഇൻവേഴ്സ് പഠിക്കും, പിന്നെ എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് പഠിക്കും.